ജാർഖണ്ഡിൽ PSC ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭം അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് വഴിമാറുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വ്യാപക പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് മുൻ PSC അംഗങ്ങളായ 3 പേർ രാജിവെച്ചു. അജിത ഭട്ടാചാര്യ, അനിമ ഹൻസദ, ജമാൽ അഹമ്മദ് എന്നിവരാണ് പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ചത്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരുടെ രാജി ആവശ്യപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ ശക്തമായ സമരത്തിനൊടുവിലാണ് ഈ അംഗങ്ങളുടെ രാജി ഗവർണർ സന്തോഷ് കുമാർ ഗാംഗ്വാർ അംഗീകരിച്ചിട്ടുമുണ്ട്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 19 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായി അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ചോദ്യപേപ്പറുകൾ വാട്സപ്പ് വഴി വ്യാപകമായി ഷെയർ ചെയ്യുന്നതായിരുന്നു. ഈ പരീക്ഷയുടെ ഫലം ജൂലൈ 2-ാം തീയതി പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിലും വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് പരീക്ഷാ ഫലം റദ്ദാക്കണമെന്ന് സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ CBI അന്വേഷണം നടത്തുന്ന കാര്യത്തിൽ സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ വ്യക്തമായ ഉറപ്പുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത്. വിവിധ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളിലേക്കും വകുപ്പുകളിലെയും നോൺ ഗസറ്റഡ് തസ്തികകളിലേക്കും ബിരുദധാരികളെ റിക്രൂട്ട് ചെയ്യുന്നതായി നടത്തിയ JSC CGL പരീക്ഷകളാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. എന്നാൽ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും മേൽനോട്ടത്തിൽ നടന്നതിനാൽ ഈ പരീക്ഷ റദ്ദാക്കാനാകില്ലെന്ന് സർക്കാർ ഉന്നയിക്കുന്ന വാദം. സർക്കാരിന്റെ ഈ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. സമരക്കാരുടെ ആവശ്യങ്ങളിൽ 90% അംഗീകരിച്ചതായി സർക്കാർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നതുവരെ പോരാട്ടം തുടരാനുറച്ച് നിലപാടിലാണ് വിദ്യാർത്ഥി നേതാക്കൾ. JPSC JSC റിഫോമിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്താൻ വിദ്യാർത്ഥി നേതാവ് രവീന്ദ്ര പഹാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പരീക്ഷാ ഫലം പൂർണ്ണമായി റദ്ദാക്കുകയും CBI അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്ന് സർക്കാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വിദ്യാർത്ഥി പ്രതിനിധികൾ വ്യക്തമാക്കി. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥി നേതാവായ ദേവേന്ദ്രനാഥ് മഹ്തോ നടത്തുന്ന നിരാഹാര സമരം 16 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഇദ്ദേഹത്തെ സന്നദ്ധ പ്രവർത്തകരും ഡോക്ടർമാരും വൈദ്യസഹായം നൽകി വരികയാണ്. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടുന്ന ഇത്തരം അഴിമതികൾക്കെതിരെയും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ കടുപ്പിക്കാനാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം.